ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന നിങ്ങളുടെ സെമ്മ് 2 ഇംഗ്ലീഷ് ആ ഒരു ബുക്കിനെ പറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് പലരും എക്സാമിൻ്റെ തലേന്ന് നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എക്സാം എഴുതിയവർക്കറിയാം അതിൻ്റെ തലേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മെഗാ റിവിഷൻ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. കാരണം ഇതിൽ കുറേ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു 50% to 70% നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കണം. ഇന്ന് മുതലെങ്കിലും തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ആവുമ്പത്തിനും ആ പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല എന്നുള്ളത്. അതിൽ നമ്മൾ എന്താണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഏതാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടൊന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി 2 ബാച്ച് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ഞായറാഴ്ചയാണ്. അതായത് എക്സാമിൻ്റെ കറക്റ്റ് 1 വീക്ക് മുന്നേ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിക്ക്, അതായത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് റെക്കോർഡഡ് വീഡിയോസാണ് ലഭിക്കുക. നിങ്ങൾക്ക് ബേസ് ഇല്ലാത്തവരാണ് പലരും എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബേസും ഇല്ല എന്നുള്ളത്. ബേസ് ഇല്ലാതെ ഗ്രാമർ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരാഴ്ച ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് പറയണത്. നമ്മൾ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണത്. റെക്കോർഡഡ് വീഡിയോസാണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിനെ പറ്റിയിട്ട്, ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം, അതിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആവശ്യമുള്ളവർ. ഇനി ബ്ലോക്ക് 1 ബ്ലോക്ക് 1, 2, 3, 4 അങ്ങനെ 4 ബ്ലോക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എങ്കിലും ബ്ലോക്ക് 4 നിങ്ങൾക്ക് 6 യൂണിറ്റോളം വരുന്നുണ്ട്. ആ 6 യൂണിറ്റിൽ നിന്ന് ഏകദേശം ഒരു 20 മാർക്സിനോളം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 to 15 മാർക്സ് എന്തായാലും ഷുവറാണ്. അതല്ല, അതിൽ 20 മാർക്സ് വരെ സ്കോർ ചെയ്യാനുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 6 ചാപ്റ്ററോളം 6 യൂണിറ്റോളം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ബ്ലോക്ക് 1 നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനോളം ഏകദേശം സാമ്യമുള്ള രീതിയിലുള്ള ടോപ്പിക്കാണ്. എന്നാലും അതിനേക്കാളും ടഫാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് 1 മാത്രം പഠിച്ചത് കൊണ്ട് ഇത് എളുപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോടാണ് പറയണത്. ബ്ലോക്ക് 1 ആകെ നിങ്ങൾക്ക് ലിറ്ററേച്ചർ പഠിക്കാനുള്ളൂ. ബ്ലോക്ക് 2 മുതൽ പിന്നെ ഗ്രാമറാണ്. ഓക്കെ, ബ്ലോക്ക് 1 നമുക്ക് റീഡിങ് ഏതാണ്, ടൈപ്സ് ഓഫ് റീഡിങ് ഏതാണ്, നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചതാണ്, സ്കാനിങ്ങും സ്കിമ്മിങ്ങും ഒക്കെ. അതേപോലെ അമ്യൂസീവ് റീഡിങ് എന്താണ്, അതിൽ വരുന്ന സ്കിൽസ്, അനലൈസിങ് ലിറ്ററേച്ചർ, ക്ലോസ് റീഡിങ്. ബ്ലോക്ക് 1 തിയറി തിയറി പാർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ബ്ലോക്ക് 1 ഈസി ആയിട്ട് തോന്നാം. ദെൻ ബ്ലോക്ക് 2 മുതലാണ് നമ്മുടെ ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യണത്. ഗ്രാമറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്സ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതായത് ടോൾ, ടോളർ, ടോളസ്റ്റ് അങ്ങനെ വരുന്ന വാക്കുകളൊക്കെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലാണ് വരുന്നത്. പിന്നെ ഡിറ്റർമൈനേഴ്സ്, ആർട്ടിക്കിൾ, ആഡ്വേർബ്സ്, പ്രോനൗൺ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ്, ഇൻ്റർജെൻഷൻ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് വരെയും അത്യാവശ്യം ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് വരുന്നത്. പേജസിൻ്റെ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ബ്ലോക്ക് 2 മാത്രമായിട്ട് കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഏകദേശം പകുതിയോളം തീരും. ഓക്കെ, അപ്പോൾ അത്രയും വെയിറ്റേജ് ബ്ലോക്ക് 2 വരുന്നുണ്ട്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ പിന്നെന്താണ്, സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണ്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ സബ്ജക്റ്റ് ഏതാണ്, അതിലത്തെ പ്രെഡിക്കേറ്റ് ഏതാണ് എന്നുള്ളതും, പിന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് അത് നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഏതൊക്കെയാണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഏതൊക്കെയാണ്, ഇംപറേറ്റീവ് സെൻറ്റൻസസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ആവുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസസ്, ടൈപ്സ് ഓഫ് കോൺകേർഡ് അതിൽ വരുന്ന റൂൾസ്, പിന്നെ
ടെൻസസ്. ഇങ്ങനെയാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇനി ബ്ലോക്ക് 3 ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട്, പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് വരുന്നുണ്ട്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, പിന്നെ നൗണ് അതേപോലെ ആർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ വരുത്തുന്നതായിട്ടുള്ള തെറ്റുകൾ, എറേഴ്സ് വരുന്നുണ്ട്. ഇനി അതേപോലെ ബ്ലോക്ക് 4 എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഹെഡിങ് തന്നെ പ്രാക്ടീസ് എന്നാണ്. നിങ്ങൾക്കതിൽ മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് ഇത്ര നമ്മൾ ഈ ഒരു 3 ബ്ലോക്സ് പഠിച്ചതും ഒരു പ്രാക്ടീസ് സെഷൻ പോലെയാണ് 4th ബ്ലോക്കിൽ വരുന്നത്. നമ്മൾ വീഡിയോസ് കണ്ട് പഠിച്ചവർക്കറിയാം, ആ ഒരു പ്രാക്ടീസ് സെഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ, അതിൻ്റെ ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻസറും കൂടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ആ ഒരു രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണത്. അപ്പോൾ ഇത്രയാണ് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാനുള്ളത്. ബുക്ക് ഇതുവരെ തുറക്കാത്തവരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെ തലേ ദിവസം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല റീഡിങ് ആൻഡ് റൈറ്റിങ്. ഒരാഴ്ചയെങ്കിലും നന്നായി വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്. താഴെ കാണുന്ന നമ്പറിലേക്ക് ആവശ്യമുള്ളവർ, അതായത് ക്രാഷ് കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹമുള്ളവർ, നമ്മുടെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പോവാൻ പറ്റുന്നുണ്ട് എന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.